ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ ചോദ്യം ചെയ്ത് എസ്ഐടി ദിണ്ടിഗലിലാണ് ചോദ്യം ചെയ്യൽ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കണ്ണി എന്നാണ് കരുതുന്നത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നു. വളരെ എക്സ്ക്ലൂസീവായുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ദിണ്ടിഗലിൽ വെച്ചായിരുന്നു ഡി മണിയെ ചോദ്യം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എസ്ഐടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വഴി നമുക്ക് ലഭ്യമാകുന്നത്. ഡി മണി എന്നയാളെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ വിദേശ വ്യാപാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ദിണ്ടിഗലിൽ വെച്ച് അയാളെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ. അശ്വതി, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ദിണ്ടിഗലിൽ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതാണ്. ആരാണ് ഡി മണി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഡി മണിക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അയാൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത്. ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഡി മണി കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഡി മണി ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നത് മാത്രമല്ല, ഇയാളാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ എന്ന കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡി മണി എന്ന പേര് തന്നെ ഡയമണ്ട് മണി എന്നാണ്. ആദ്യം വജ്ര വ്യാപാരിയായിരുന്നു, പിന്നീടാണ് ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇയാൾ മാറി എന്ന സൂചനകൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘം അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. കേരളത്തിൽ നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തമിഴ്നാട് ദിണ്ടിഗലിൽ എത്തുകയും ഡി മണിയെ ചോദ്യം ചെയ്യുകയുമാണ്. ഇയാളുടെ കൂട്ടാളി എന്ന് കരുതുന്ന ശ്രീകൃഷ്ണനെയും ബിരുദനഗർ സ്വദേശിയാണ്, ഇയാളെയും ദിണ്ടിഗലിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുമായിട്ടാണ് ഇടപാടുകൾ മുഴുവൻ നടന്നത്. അതിന് കൂട്ടുനിന്നത് ആരൊക്കെ, ഇവിടെ നിന്ന് അമൂല്യ വസ്തുക്കൾ കടത്താൻ ഈ ആരൊക്കെയാണ് കൂട്ടുനിന്നത്? മഹസറിൽ ഉൾപ്പെടെ കൃത്രിമം നടത്തി ഇത്രയും വലിയൊരു കൊള്ള നടത്തിയത് ആര് എന്നതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ വരവ് കൂടി പ്രതീക്ഷിക്കുമ്പോഴാണ് ഇങ്ങനെ SITയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും സുപ്രധാനമായ നീക്കമുണ്ടായിരിക്കുന്നത്. ED ഇതിനകം തന്നെ രേഖകൾ കയ്യിലേക്ക് വാങ്ങുകയും കോടതി വഴിയാണ് EDയുടെ ഇടപെടലുണ്ടായത്. ED അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. CBI അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. BJP സംസ്ഥാന ഘടകം ഇതിനകം തന്നെ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഡി മണിയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1000 കോടിയുടെ ഇടപാട് എന്നാണ് ഇതിനകം തന്നെ മൊഴിയായി SITക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ സുപ്രധാനമായത് രമേശ് ചെന്നിത്തല ആദ്യം നൽകിയ മൊഴിയാണ്. തനിക്ക് അറിയാവുന്ന ഒരു വ്യവസായിക്ക് ഈ ഇടപാടുകളെക്കുറിച്ച് അറിയാമെന്ന് രമേശ് ചെന്നിത്തല ആദ്യം SITക്ക് മൊഴി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്തുള്ള ഈ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതാദ്യമായല്ല ശബരിമലയിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ പുറത്തു പോയിട്ടുള്ളത്. ശബരിമല മാത്രമല്ല, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിന് വേണ്ടി 500 കോടിയുടെ മറ്റൊരു പദ്ധതി കൂടി ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് 500 കോടിയുടെ ഇടപാട് നടന്നു. ഇതിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഉന്നതന് ഇതിൽ വലിയൊരു പങ്ക് ലഭിച്ചു എന്നുകൂടി ഈ വ്യവസായി പറയുന്നുണ്ട്. മാത്രമല്ല, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. ഇതാദ്യമായല്ല ഇങ്ങനെ ഒരു ഇടപാട് നടക്കുന്നത്. വർഷങ്ങളായി ഇവരുടെ ഈ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്, ഈ കൊള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന മൊഴിയാണ് വ്യവസായി നൽകിയത്. ഈ വ്യവസായിയുടെ മൊഴിയോട് കൂടിയാണ് കേസിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. അതുവരെ ദേവസ്വം ബോർഡിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നടപടികളെല്ലാം. അതിനപ്പുറത്തേക്ക് ആകെ പോയത് ഈ സ്മാർട്ട് ക്രിയേഷൻ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഉടമയെ അറസ്റ്റ് ചെയ്തതും ഗോവർദ്ധൻ എന്ന ആൾ ജുവലറി ഉടമയാണ്, ഇയാളെ അറസ്റ്റ് ചെയ്തതുമാണ്. ഇങ്ങനെ 2 അറസ്റ്റുകൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷേ ഈ സ്വർണം എവിടേക്ക് പോയി, മറ്റ് അമൂല്യ വസ്തുക്കൾ എവിടേക്ക് പോയി എന്നതിന് ഇതുവരെ ഒരു ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ പലതവണ കേരളത്തിൽ ഡി മണി എത്തിയിരുന്നു. അത് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, അവിടെ കവർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇയാൾ പങ്കെടുത്തു എന്നാണ് വ്യവസായി മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും ഒഴികെ മറ്റേതെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വിഗ്രഹങ്ങളും പഞ്ചലോക വിഗ്രഹങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും കവർച്ച ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും വരുന്നത് വിനോദ്. കാരണം ഡി മണിയെ ചോദ്യം ചെയ്യുന്ന ഈ ഘട്ടം SITയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ നിർണായക ഘട്ടമാണെന്ന് തന്നെ പറയണം. കാരണം ഡി മണിക്ക് മുകളിലേക്കും ഡി മണിയുടെ താഴേക്കും എത്ര പേരുണ്ട്, എവിടെയൊക്കെയാണുള്ളത്? ഇത് ശബരിമലയിൽ മാത്രമുള്ളതല്ല. 4-5 പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം കടത്തിയെന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായുള്ള
ബന്ധം വരെ അന്വേഷിക്കാൻ SIT മുതിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണ സംഘം ഇതിലേക്ക് വരുമോ, കേന്ദ്ര സംഘം ഇതിലേക്ക് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം SITയുടെ മാത്രം നിയന്ത്രണത്തിൽ ഒരുപക്ഷെ ഈ കേസ് നിന്നു എന്ന് വരില്ല. കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണ്. ഇന്റർപോളിൻ്റെ ഉൾപ്പെടെ സേവനം ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ CBIയുടെ ഇടപെടൽ വേണ്ടിവരും. അങ്ങനെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുക്കേണ്ട ഒരു നിലയിലേക്കാണ് സ്ഥിതി എത്തുന്നത്. നേരത്തെ തന്നെ യൂറോപ്പിലേക്ക് അടക്കം ഇങ്ങനെ വിഗ്രഹങ്ങൾ കടത്തിയിരുന്നു എന്ന മൊഴികൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം അവിടെ നിന്ന് അറുത്തുമാറ്റി എന്ന ഒരു വെളിപ്പെടുത്തൽ MG ശശിഭൂഷണാണ്, ചരിത്രകാരനാണ് അദ്ദേഹം പറയുന്നത് അവിടെ ചതുർബാഹു വിഗ്രഹമുണ്ട്, അതിൻ്റെ പീഠം മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, ആ വിഗ്രഹം അതിൽ നിന്ന് അറുത്തു മാറ്റി കൊണ്ടുപോയി എന്നതാണ്. അത് ഏതാണ്ട് 90കളുടെ അവസാനത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ ഡിമണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പേര് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംഘം തന്നെയാണോ അത്തരം കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ഇവർക്ക് മുകളിലേക്ക് മറ്റ് ആളുകളുണ്ടോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിമർശനം SITക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ട് ഈ വൻ സ്രാവുകളെ തൊടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷം തിടുക്കത്തിൽ അറസ്റ്റുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്മാർട്ട് ക്രിയേഷൻ്റെ CEOയെ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണം മാറ്റിയെന്ന് പറഞ്ഞ ജുവലറിയുടെ ഉടമയെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇനി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതാണ്. പക്ഷേ ഇതുവരെ അവർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. കൊല്ലം വിജിലൻസ് കോടതിയിൽ അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷയിൽ തീരുമാനമുണ്ടായ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പോകാം എന്നൊരു തീരുമാനമാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളതെന്ന സൂചനകളും പുറത്തു വരുന്നു. ഏതായിരുന്നാലും ഇന്ന് രാവിലെ ഹാജരാകണമെന്ന നിർദ്ദേശമായിരുന്നു നൽകിയത്. അവർ ഇതുവരെ അത് പാലിച്ചിട്ടില്ല. ഏതായിരുന്നാലും കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണി ഈ കേസിലെ നിർണായക ഘടകമാണ്. ഈ കണ്ണികളിൽപ്പെട്ട ഏറ്റവും പ്രധാനിയാണ്. മണിയുടെ ഇടപാടുകൾ എന്ത്, ഒരുപക്ഷെ ശബരിമലയ്ക്ക് അപ്പുറത്തേക്ക് ഈ കേസിന്റെ വ്യാപ്തി നീളാനുള്ള സാധ്യതയുമുണ്ട്. അശ്വതി, അതാണ് ഈ ചരിത്രരേഖകളിൽ മാത്രമുള്ള ചരിത്രകാരന്മാർക്ക് മാത്രം അറിയുന്ന പല കാര്യങ്ങളും, പല രഹസ്യങ്ങളും, പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കുകളടക്കം അത് പൊതുജനങ്ങൾക്കോ സാധാരണക്കാർക്കോ അറിയാൻ സാധിക്കാത്ത പല വിലപ്പെട്ട വസ്തുക്കളും ഇതിനകം തന്നെ സംസ്ഥാനം വിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ വിനോദ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണ്. കാരണം നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മഹസർ പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ആദ്യത്തെ ഒരു വെളിപ്പെടുത്തൽ വരുന്നു. അവിടുത്തെ ഒരു പീഠം കാണാനില്ല, ദാരുശില്പങ്ങളുടെ പീഠം ഒന്ന് കാണാനില്ല എന്ന ഈ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഈ കേസ് തന്നെ ആരംഭിക്കുന്നത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ പീഠം കണ്ടെടുത്തു. പക്ഷേ അന്വേഷണം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എങ്ങനെയാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെത്തിയത് എന്നത് മുതലാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. പിന്നീട് ഇതിൽ ചുരുളഴിയുന്നുണ്ട്. അവിടെ നിന്ന് പലതവണ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികൾ കൊണ്ടുപോയി എന്നതാണ്. ഇത് 2009 പൊതിഞ്ഞ പാളികൾ എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്, അന്ന് ആരൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ, അത് പ്രത്യേകിച്ച് 2019 കാലഘട്ടത്തിലാണ് ഇത് പലതവണയായി പോകുന്നത്. പിന്നീടുള്ള ഭരണസമിതി, അതായത് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോഴും ഇത് വീണ്ടും നവീകരിക്കുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടു. ആദ്യത്തെ മഹസറിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയ ശേഷം പിന്നെയും എന്തുകൊണ്ട് ഇവരുടെ കൈകളിലേക്ക് എത്തി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്കുള്ള ആളുകൾ ഇതിൽ കൂട്ടുനിൽക്കുകയോ കണ്ണടക്കുകയോ ചെയ്തു എന്ന ആരോപണം ശക്തമായതും ഇത്ര കണ്ട് അറസ്റ്റുകളിലേക്ക്, ഏതാണ്ട് 8ഓളം അറസ്റ്റുകളിലേക്ക് ഈ കാര്യങ്ങൾ പിന്നീട് പോവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ 2 പേരെ കൂടി, സ്മാർട്ട് ക്രിയേഷൻ്റെയും പിന്നീട് ഈ ജുവലറിയുടെയും ഉടമയെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ, കമ്മീഷണറായിരുന്ന N വാസു അടക്കമുള്ളവർ, മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ റിമാൻഡിൽ പോകുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ജാമ്യം പോലും കോടതി നിഷേധിക്കുന്ന സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവർ പുറത്തിറങ്ങിയാൽ ഈ കേസിനെ സ്വാധീനിക്കുമെന്ന് കോടതി തന്നെ പറയുന്നു. മാത്രമല്ല കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് SITക്ക് പൂർണ്ണമായും ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. എങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട്. VD സതീശൻ പ്രധാനമായും ഉന്നയിച്ചത് അങ്ങനെ തന്നെയാണ്. 2 ADGPമാർ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അവരുടെ പേരുകൾ പുറത്തു പറയേണ്ടി വരും എന്ന കാര്യമാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഒരു മെല്ലെപ്പോക്കോ ഈ കേസ് ഫ്രീസറിൽ വെക്കാനുള്ള ഒരു നിലയോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് കഴിയില്ല. എത്രമാത്രം സമ്മർദ്ദമുണ്ടെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദ്യം വരുന്ന ഒരു നിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചോദ്യം ചെയ്യലിലേക്കും കൂടുതൽ ആളുകളെ കണ്ടെത്തി അവരുടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്കുമൊക്കെ പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഡി മണിയെ ഡിണ്ടിഗലിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. അശ്വതി, അതാണ് വിനോദൊപ്പം ഈ ഹൈക്കോടതിയുടെ അടക്കം വിമർശനം വന്നു ഈ വിഷയത്തിൽ SITയുടെ മെല്ലെപ്പോക്കിനെതിരെ. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് SIT റൈറ്റ് ട്രാക്കിലാണ് എന്നാണ്. കാരണം ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതും നേരത്തെ വിനോദ് പറഞ്ഞതുമൊക്കെ ആ വേഗത ഇപ്പോൾ SIT കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സമാന്തരമായി തന്നെ കേരളത്തിൽ ആ സമയത്തുണ്ടായിരുന്ന അധികൃതരെ, ശബരിമലയുടെ ദേവസ്വം അധികൃതരെ അടക്കം ചോദ്യം ചെയ്യുകയും അവർക്ക് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് രാജ്യത്തിന് പുറത്തേക്ക് തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും SIT തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലേ വിനോദ്? അശ്വതി, അതിൽ SITക്ക് പരിമിതിയുണ്ട്. കാരണം ഇതൊരു രാജ്യാന്തര കള്ളക്കടത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലാണ് ഇതിൽ വേണ്ടിവരിക. അതുതന്നെയാണ്